എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഒരു പുതിയൊരു വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. എവിടെ നോക്കിയാലും ഷാജിദ ഷാജിദ ഷാജി 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 ഇത് തന്നെയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്കും ഷാജിയുടെ പിന്നാലെ പോകണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ യൂട്യൂബ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ന്യൂസ് കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് കൊണ്ടുവന്നത്. കാരണം ഈ റിയാക്ഷൻ വീഡിയോ ചാനലല്ലേ, അപ്പോൾ നമുക്ക് എത്തിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കിട്ടിയത് കൊണ്ടുവന്നു, ചൂടോടെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആരെയും അതിന് മുമ്പ് ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയട്ടെ. ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഈ ഒരു ചാനൽ തന്നെ ആരെയും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടോ വേദനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. നിങ്ങളായിട്ട് തന്നെ ഇട്ട് തരുന്ന പല കാര്യങ്ങളും ആണ് നമ്മളായിട്ട് എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് എൻ്റെ ചാനലിൽ വഴി ഞാൻ ആരെയും ബോഡി ഷേമിങ് ചെയ്യുകയോ ഒരു തരത്തിലുള്ള മതവിഭാഗങ്ങളെ വേർതിരിച്ച് കാണുകയോ കുറ്റപ്പെടുത്തുകയോ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള ന്യൂസുകളോ എൻ്റെ ചാനലിൽ കൂടി ഇന്നേ വരെ ഉണ്ടായിട്ടുമില്ല, ഇനിയിട്ടുണ്ടാവാനും പോകുന്നില്ല. അപ്പോൾ വ്യക്തിപരമായ രീതിയിൽ നമ്മൾ സംസാരിക്കുന്നു എന്നല്ലാതെ മറ്റാരെയും വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കൊണ്ടിട്ട് ആരെയെങ്കിലും മാനസികമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോടെല്ലാവരോടും താൽക്കാലികമായിട്ട് ക്ഷമ ചോദിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ. എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയിലേക്ക് പോവുകയാണ്. എന്തിനാണ് ഇത്രയും വലിയൊരു ബിൽഡപ്പൊക്കെ കൊടുത്തത് എന്ന് പലർക്കും തോന്നുമായിരിക്കും. അത് നിങ്ങൾക്ക് വഴിയെ വീഡിയോ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഈ വ്യക്തി എന്ന് പറയുന്നത് കേട്ടു നോക്കൂ. ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സൗജിത്ത്. ഞാൻ ഷാജിദയുടെ ഭർത്താവ് കബീറിൻ്റെ അമ്മായിയുടെ മോളാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷാജിദയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ കൈകൊണ്ടില്ലെങ്കിലും മറ്റുള്ളവരോട് പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ പബ്ലിക്കായി പറയാൻ ഇതുവരെ ആഗ്രഹിച്ചതല്ല. ആരിഫ ഇപ്പോൾ എന്നെ 2-3 കുറച്ച് ദിവസം സുഫി സഫർ മീഡിയ എന്ന മീഡിയയുടെ അഡ്മിൻ എന്നെ വല്ലാതെ ഹരാസ്മെന്റ് ചെയ്യുന്നു. എവിടെയെങ്കിലും ഞാൻ ഒരു കമന്റ് ഇട്ടാൽ അതിൻ്റെ താഴെ വന്ന് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. ഇന്നലെ രാത്രി ഞാൻ 11-11:15 വരെ സുധീഷ് ബ്ലോഗില് കമന്റ് ചെയ്തിരുന്നു. ഞാൻ മാന്യമായി തന്നെയാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. ആ കമന്റ് എല്ലാം അവിടെ തന്നെ ഉണ്ട്. ഈ ആഷിഖിന്റെ ഫേക്ക് ഐഡിയും ഷാജിദയുടെ ഫേക്ക് ഐഡിയും കൂടി എന്നെ വല്ലാതെ വേട്ടയാടുക. ഉടനെ ആ കമന്റ് ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എനിക്ക് തെറി പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ കമന്റ് സ്റ്റോപ്പ് ചെയ്ത് ഞാൻ കിടക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ ആഷിഖ് ഇന്നലെ കോൾ ചെയ്തു, മിനിഞ്ഞാന്ന് കോൾ ചെയ്തു. 2-3 ദിവസമായി ആഷിഖ് കോൾ ചെയ്യുന്നുണ്ട്. ആഷിഖ് ഒരു വീഡിയോ ഏകദേശം ഒരു 3-4 മാസം മുമ്പ് ഷാജിദയെ കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ഷാജിദയുടെ രഹസ്യ കാമുകനാണോ ഷാജിദയ്ക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു 3 മാസവും മറ്റൊക്കെ ആയി. അപ്പൊ ഞാനത് കണ്ടപ്പോൾ അതിന്റെ അടിയിൽ ആഷിഖിന്റെ നമ്പർ കണ്ടു. അപ്പൊ ഞാൻ ആഷിഖിന്റെ ചാനലാണ് സൂഫി സഫർ മീഡിയ. ആ സൂഫി സഫർ മീഡിയയിൽ താഴെ വന്ന് കമന്റ് ചെയ്യരുതല്ലോ എന്ന് വിചാരിച്ചു. എനിക്ക് ഒരു ഇസ്ലാമിക് ചാനൽ പോലെ തോന്നിയത് കൊണ്ട് പബ്ലിക്കിൽ വന്ന് ചെയ്യരുതല്ലോ എന്ന് വിചാരിച്ചു ആ കമന്റിൽ കണ്ട നമ്പറിൽ ഞാൻ ആഷിഖിനെ വിളിച്ചു. എന്തല്ലേ അപ്പോൾ നമ്മുടെ ഈ സഹോദരി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഷാജിദയുടെ ഭർത്താവിൻ്റെ മാമൻ്റെ മകളാണ് ഈ പറയുന്ന നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരി. അപ്പോൾ അവർ ഈ ഒരു സഹോദരിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഭർത്താവിനെ നഷ്ടപ്പെട്ടതിന് ശേഷം ഈ പറയുന്ന സഹോദരി ഷാജിദയ്ക്ക് ഈ മക്കളെയൊക്കെ ഓർത്തിട്ട് 5 പൊടി മക്കളല്ലേ, അപ്പോൾ അവരെയൊക്കെ ഓർത്തിട്ട് ഈ പറയുന്ന സഹോദരി ഷാജിദയ്ക്ക് വേണ്ട ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നാണ് സഹോദരി പറയുന്നത്. അത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ അത് മാത്രമല്ല, ഈ തൈറോയിഡിൻ്റെ സർജറി ആയിട്ട് ഷാജിദ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് പോലും ഈ പറയുന്ന സഹോദരിയാണ് അവരുടെ കൂടെ നിന്ന് സഹായങ്ങളൊക്കെ ചെയ്ത് നോക്കിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നതെന്ന് വെച്ചാൽ ആരാണ് ഈ സഹോദരിയുടെ പേര് സൗജിത്ത്
ആണ് അവരുടെ പേരെന്ന് പറഞ്ഞാൽ. പിന്നെയെന്ന് വെച്ചാൽ യൂട്യൂബിൽ നിന്നും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. യൂട്യൂബിൽ നിന്നും ഈ പറയുന്ന സാജിദയ്ക്ക് പൈസ കിട്ടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവർ യൂട്യൂബിൽ നിന്നും ഇവർക്ക് പൈസ കിട്ടി എന്നും പറഞ്ഞിട്ട് ഇവർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ പറയുന്ന സഹോദരി പറയുന്നത്. ഈ പറയുന്ന സഹോദരി ഒരുപാട് പേരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് ഈ പൊടി മക്കളെ ഓർത്തിട്ട് ഈ ഷാജിദയ്ക്ക് പലതരത്തിലുള്ള ഫണ്ടൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്, പലപ്പോഴായിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് ഞാനല്ല പറയുന്നത്, അവർ തന്നെയാണ് പറയുന്നത്. അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ പിന്നെ അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂട്യൂബിൽ നിന്നും ഈ പറയുന്ന ഷാജിക്ക് വരുമാനം കിട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ ഷാജി വരുമാനം കിട്ടി എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തത് ഫേക്കായിരുന്നു എന്നാണ് ഈ സഹോദരിയുടെ വീഡിയോ ആയിട്ട് ബന്ധപ്പെടുന്നവർ അവകാശപ്പെടുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, എനിക്ക് ഈ ഒരു ഫാമിലിയെ അറിയില്ല, പക്ഷേ ഇവരാണ് ഇതൊക്കെ പറയുന്നത്. പിന്നീട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പിന്നെ ഈ സൂഫി സഫർ, എനിക്ക് നിങ്ങളുടെ പേരൊക്കെ തെറ്റിപ്പോവും, അതുകൊണ്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൂഫി സഫർ എന്ന് പറയുന്ന ചാനൽ, ആ ചാനലിലുള്ള ആളിൻ്റെ പേരാണ് ഈ ആഷിഖ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം, ആ പുള്ളിക്കാരൻ ആദ്യം ഈ 3 മാസങ്ങൾക്ക് മുമ്പെന്നാണ് പറയുന്നത്, ഈ പറയുന്ന ഷാജിക്ക് ഗിഫ്റ്റ് കൊടുത്തത് കാമുകൻ എന്നൊക്കെയുള്ള രീതിയിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെന്നും, ഇപ്പോൾ അന്ന് അങ്ങനെ പറഞ്ഞ പുള്ളിക്കാരൻ തന്നെയാണ് ഇപ്പോൾ തിരിഞ്ഞു നിന്നിട്ട് ഈ ഷാജിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ പറയുന്ന ചേച്ചിയെ മാനസികമായിട്ട് അവർക്ക് സങ്കടം ഉണ്ടാക്കുന്നെന്നും, അവരൊരു കമൻ്റ് ഇട്ടാൽ പോലും അവരുടെ ആ ഒരു കമൻറ്റിന് ഫേക്ക് ID എന്ന് വന്നിട്ട് അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. പിന്നീട് അവർ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, ഇവർ പലരോടും പറഞ്ഞ് ഈ പറയുന്ന ഷാജിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെയൊക്കെ എന്നാണ് നമ്മുടെ ഈ ഒരു സഹോദരി അവകാശപ്പെടുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കേട്ടുവരാം. ഒരുപാട് സഹായങ്ങൾ നിൽക്കുകയാണെങ്കിൽ എനിക്കൊരു മാന്യത ഒരു ഇതുണ്ടായിരുന്നു. എന്തൊക്കെ ഞാൻ പല പ്രാവശ്യം ഒരു നിമിഷം ഗിഫ്റ്റ് കിട്ടിയത് ഇങ്ങനെ കാമുകൻ കൊടുത്തതാണോ? ഒരു നിമിഷം ഡൗൺലോഡ് ചെയ്തിട്ടില്ല കേട്ടോ. പല രീതിയിലും പല ആൾക്കാരോട് പറയുന്നത് ആളാണ്. അന്നത്തെ കാലത്തൊരു മൊബൈൽ ഫോൺ പോലും ഇല്ല. ഒരു നിമിഷം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടില്ല, ഞാൻ ഒന്ന് എടുത്തു വരട്ടെ. ഞാൻ എന്റെ ജീവിതമായി വല്ലാതെ പൊരുതി ജയിച്ചോളാം. ആ എന്നെ 25 വർഷമായിട്ട് ഈ ചേച്ചി അവരുടെ ജീവിതവുമായിട്ട് പൊരുതി ജയിച്ചവളാണ് എന്നാണ് പറയുന്നത്. അവരെയാണ് ഈ തരത്തിൽ വേദനിപ്പിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ഞാൻ ഈ ഒരു ഞാൻ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ചൊരു ബ്ലോക്ക് ഉണ്ടായത്. സോറി, ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ഇനി ബാക്കി കേൾക്കാം. എൻ്റെ മക്കളെ കടലിലോ കായലിലോ ഒഴുക്കി ഞാനൊരു 2ാം വിവാഹം ചെയ്ത സ്ത്രീയല്ല. ഞാൻ 25 വർഷമായി എൻ്റെ ഭർത്താവ് വിട്ടിട്ട് പോയിട്ട് എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചോളാം. ഇന്നലെ എനിക്ക് രാത്രി സുധീഷ് ബ്ലോഗിൽ വന്ന് 2 പേര് കമന്റ് ചെയ്തു. 2ഉം ഫേക്കാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരാളിട്ട കമന്റ് തള്ളേ എന്ന് വിളിച്ചുകൊണ്ട് തുടങ്ങി. മറ്റൊരാള് ആ ആള് തന്നെ നിന്നെ പലരും ഒഴിവാക്കിയതല്ലേ എന്ന് പറഞ്ഞു. എന്നെ ഒരാളെ ഒഴിവാക്കിയിട്ടുള്ളൂ, എൻ്റെ ഭർത്താവ്. ആ ഭർത്താവ് ഒഴിവാക്കിയിട്ട് 25 വർഷത്തോളം ഞാൻ ഇന്നും എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. ഞാൻ അന്നത്തെ കാലത്തൊരു മൊബൈൽ ഫോൺ പോലും ഇല്ല. ഒരു യൂട്യൂബിന്നോ ഒരു വാട്സപ്പിന്നോ ഒരു മൊബൈലിന്നോ ഒരാളുടെ കയ്യിൽ നിന്ന് ഞാൻ 10 രൂപ വാങ്ങിയിട്ട് എൻ്റെ മക്കൾക്ക് കൊടുത്തോടല്ല ഞാൻ അധ്വാനിച്ച്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ ഗൾഫിലൊക്കെ പോയി. എൻ്റെ കൈയോട് ഇപ്പൊ 2 വാട് കിടക്കുക എൻ്റെ കയ്യില്. ഇന്നലെ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. സൂഫി സഫർ മീഡിയയുടെ അഡ്മിനായ ആഷിഖ് എന്നെ ഇന്നലെ രാത്രി 11:45 വരെയും കോൾ ചെയ്തിരിക്കുകയാണ്. എനിക്ക് അവനോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് വാട്സപ്പിൽ ഞാൻ ബ്ലോക്ക് ചെയ്തു. കോൾ എടുക്കുന്നില്ല. എന്തിനെന്നെ രാത്രി 11:45 ആഷിഖ് വിളിക്കണം? എനിക്ക് എന്റേതായ പേഴ്സണാലിറ്റിയും എനിക്ക് പബ്ലിക്കിൽ വന്ന് പലരോടും എനിക്ക് വീഡിയോയിലോ അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ഒരാളാണ്.
ആഷിക്ക് ആരെയെങ്കിലും വെള്ളം പൂശിക്കോട്ടെ, എനിക്കത് വിഷയമൊന്നുമല്ല. പക്ഷെ എന്നെ പബ്ലിക്ക് വന്ന് തെറി വിളിക്കാൻ അവൻ എന്ത് അധികാരം? ഈ നമ്പറാണ്, ഞാനതിൽ സ്ക്രീൻഷോട്ട് എടുത്തരാം. അപ്പോഴെന്താണ് പറയേണ്ടതെന്ന് വെച്ചാൽ, എനിക്ക് ആദ്യം പറയേണ്ടത് ഈ പറയുന്ന നമ്മുടെ സഹോദരിയോടാണ് പറയേണ്ടത്. എൻ്റെ പൊന്നു ചേച്ചി, നിങ്ങളെപ്പോലെ ഒരാൾക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാവുന്ന കാര്യങ്ങൾ തന്നെയാണിത്. അപ്പോൾ എനിക്ക് ചേച്ചിയോട് ആദ്യമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതൊക്കെ മൈൻഡ് ചെയ്യാതിരിക്കുക. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചേച്ചി ഒരു കാര്യം ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ചേച്ചി കമൻ്റ് ഇടാൻ നിൽക്കാതിരിക്കുക. സ്നേഹത്തോടു കൂടി പറയുന്നതാണ് കേട്ടോ, ഒരു അനിയത്തി പറയുന്നതായിട്ട് കണക്കാക്കിയാൽ മതി. ചേച്ചി കമൻ്റ് ഇടാതിരിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ഇത്തരക്കാർ ചേച്ചിക്ക് പിന്നെ ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് ചേച്ചിക്ക് ഇതുപോലെ കമൻ്റ് ഇടുന്നവരെ ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കുക. ഇത് രണ്ടും ചേച്ചി ചെയ്തു കഴിഞ്ഞാൽ തന്നെ ചേച്ചിക്ക് സമാധാനം കിട്ടും. പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ, പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ചേച്ചിയെ തള്ളേന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നതിൽ ചേച്ചി വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ നിരന്തരം എല്ലാവരും പറയുന്ന അവരുടെ ഡയലോഗാണ്. എനിക്കും കേൾക്കാറുണ്ട് തള്ളേന്നൊക്കെയുള്ള വിളി. ഞാനത് ചീളായിട്ട് കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ എല്ലാവർക്കും ഒരുപോലെയുള്ള ക്യാരക്ടർ ആവില്ല. ഇപ്പോൾ എല്ലാവർക്കും എല്ലാം ഫ്രീ ആയിട്ട് കളയാനും പറ്റില്ല. അതൊക്കെ എനിക്ക് മനസ്സിലാവും, ചേച്ചിയുടെ വിഷമവും എനിക്ക് മനസ്സിലാവും. പക്ഷേ ചേച്ചിയുടെ ഹസ്ബൻഡ് ഒഴിവായിട്ട് ആ ഒരു കേസ് കേട്ട് പറഞ്ഞത് ഒട്ടും ശരിയായില്ല. ആര് തന്നെയാണ് പറഞ്ഞതെങ്കിലും ഒരിക്കലും ഒരു വ്യക്തിയെ, ഒരു സ്ത്രീയെ പറഞ്ഞുകൂടാത്ത ഒരു വാക്ക് തന്നെയാണ് അത്. പ്രത്യേകിച്ചും ചേച്ചിയുടെ പോലെ ഇത്രയും ഏജുള്ളൊരു സ്ത്രീയോട് ഒരിക്കലും ഹസ്ബൻഡ് കളഞ്ഞിട്ട് പോയ ആ ഒരു കാര്യം പറയുന്നതും, നിങ്ങളെ ഒരുപാട് പേര് കളഞ്ഞിട്ട് പോയി എന്ന് പറയുന്നതൊക്കെ ഡാഡി ഇല്ലാത്തരമാണെന്നേ പറയാൻ പറ്റുള്ളൂ. ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ ഡാഡി ഇല്ലാത്തരം. അതിൻ്റെ പച്ചയായിട്ടുള്ള വാക്ക്. ഇത് സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് ഞാൻ വന്ന് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അത് തന്നെയാണ് അതിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ, എല്ലായിടത്തും കാണും ഇതുപോലെയുള്ള പുഴുക്കുത്തുകളും കൃമികീടങ്ങളും. ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട് നമ്മൾ കരയാനായിട്ട് നിന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷമല്ലേ ചേച്ചി നഷ്ടപ്പെടുത്തുള്ളൂ. ചേച്ചി എന്തിനാണ് ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ കരയാനായിട്ട് നിൽക്കുന്നത്? കരയാതിരിക്കുക ചേച്ചി, നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുക, അടിപൊളിയായിട്ട് നിൽക്കുക. അപ്പോഴായിരിക്കും ചേച്ചി നമ്മൾ ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മളങ്ങ് വാടി തളർന്ന് ചീരത്തണ്ട് പോലെ ആവുകയാണെങ്കിൽ അത് കാണുന്നവർക്ക് നമ്മുടെ ദേഹത്തേക്ക് ചാടിക്കയറാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എന്തു ചെയ്യും? ഈ വരുന്നവർ താനെ 1, 2, 10 വട്ടം പറഞ്ഞിട്ട് അവർ നാണിച്ച് പൊക്കളയും. അതാണ് ചെയ്യേണ്ടത്. പിന്നെ താങ്കൾക്ക്, ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ചേച്ചി ഇങ്ങനെ രാത്രിയിൽ ആ സമയത്തൊക്കെ വിളിച്ച് ഫോൺ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചേച്ചി അവരെ കോൾ ലിസ്റ്റിൽ നിന്നും വാട്സപ്പിൽ നിന്നൊക്കെ ബ്ലോക്ക് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. പിന്നെ ചേച്ചിക്ക് അവരുടേതായിട്ടുള്ള യാതൊരുവിധ ശല്യങ്ങളും ഉണ്ടാവില്ല. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് വേണമെങ്കിൽ നിയമസഹായം തേടാനും പറ്റും. ചേച്ചിയുടെ ഭാഗത്ത് ഒരു തെറ്റില്ലെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് തീർച്ചയായും നിയമസഹായം തേടാം. അതൊക്കെ ഏറ്റവും നല്ല വഴികളാണ്. ഇങ്ങനെ കരയല്ലേ, ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കരയേണ്ട ഒരു കാര്യമില്ല. നമ്മളിങ്ങനെ കരഞ്ഞെന്നും പറഞ്ഞെന്നും ഒരു ഇതുമില്ല. ശരിക്കും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മളെ കാണുള്ളൂ ചേച്ചി എപ്പോഴും. ഇനി ഇപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്ന വ്യക്തി ഒരു ഫോണിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സമയം എടുക്കുന്നുണ്ട് 47-ഉം 11:47-ഉം 11:51. അങ്ങനെ 2 സമയം രാത്രി സ്ഥിരം വിളിച്ചോണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ 11:47 മണിക്കും 11:41 മണിക്കൊക്കെയാണ് ഈ പുള്ളിക്കാരൻ രാത്രിയിൽ സ്ഥിരമായിട്ട് വിളിക്കുന്നു എന്നാണ് പറയുന്നത്. ആ കാണിക്കുന്നത് വെറും വൃത്തിയായിട്ട ചെറ്റത്തരമാണ് കാണിക്കുന്നത്. ആരായാലും എന്തായാലും ചേച്ചി ഒന്നുകിൽ ബ്ലോക്ക് ചെയ്ത് വെക്കുക. ഞാൻ പറഞ്ഞില്ലേ, കോൾ ലിസ്റ്റിൽ നിന്നും വാട്സപ്പിൽ നിന്നൊക്കെ പുള്ളിക്കാരനെ ബ്ലോക്ക് ചെയ്ത് കളയുക. അപ്പോൾ ബ്ലോക്ക് ചെയ്ത് കളയുമ്പോൾ തന്നെ പിന്നീട് അയാൾക്ക് ചേച്ചിയുടെ അക്കൗണ്ടിൽ കയറാനായിട്ട് പറ്റത്തില്ല. അതല്ലെന്നുണ്ടെങ്കിൽ നിയമസഹായം തേടുക. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കരയാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആളുകൾക്ക് നമ്മൾ എത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പിന്നെ അവർ ഒന്നും നോക്കില്ല, നമ്മളെ ചവിട്ടി താഴ്ത്താനായിട്ട് കൂടുതലായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് എനിക്ക് ചേച്ചിയോട് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. ബാക്കി കൂടി ഞാനൊന്ന് നോക്കട്ടെ. അതായത് ഇവരെവിടെ പോയി, ഞാൻ അവന്റെ ഒരു കമന്റിന് അധികം പോയിട്ട് ഞാൻ മാത്രമല്ല ഇല്ല ഒരു ഈ മനസ്സിലാവും. ഞാൻ അങ്ങനെ പറയാൻ എത്ര കേട്ടാൽ ഉറപ്പിച്ചാൽ പിന്നെ അവര് അതുപോലെ ചെയ്തോണ്ടിരിക്കും. ചില ആൾക്കാർക്ക് കൂടെ കേട്ടാൽ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടില്ല.
അതുകൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിർത്തിയത്. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഈ സഹോദരി എനിക്ക് പറയാനുള്ളത്, പിന്നെ മറ്റേ പുള്ളിക്കാരനോടാണ് എനിക്ക് പറയുന്നത്. ഞാൻ പേര് നോക്കട്ടെ. സൂഫി സഫറിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ആഷിഖിനോട്, സൂഫി സഫർ ചാനലിൻ്റെ ആളായിട്ടുള്ള ആഷിഖ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനോട് പറയാനുള്ളത്, എടോ ഇത്രയും പ്രായം ചെന്നൊരു സ്ത്രീയെ നിങ്ങൾക്കൊക്കെ നാണാവുന്നില്ല, ഇങ്ങനെ വിളിച്ചിട്ട് എന്തിനാണ് അവരെ ടോർച്ചർ ചെയ്യുന്നത്? ഒന്നുമില്ലെങ്കിലും അവരുടെ പ്രായത്തെങ്കിലും ഒന്ന് ബഹുമാനിക്കണ്ടേ? നിങ്ങൾക്ക് ആരെങ്കിലും വെള്ള പൂശണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിക്കോളൂ, അതിലൊന്നും ഒരു വിരോധവും ഇല്ല. അത് നിങ്ങളുടെ ഇഷ്ടം, അത് നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യം, നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ അമ്മയുടെ പ്രായമുള്ളൊരു സ്ത്രീയെ വിളിച്ചിങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് വളരെ മോശമാണ് കേട്ടോ. സമൂഹത്തിൽ നിങ്ങളൊന്നും ഉപകാരം ചെയ്തില്ലെങ്കിലും ആർക്കും ഉപദ്രവം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അവരെ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? നിങ്ങൾ മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ്. അവരെ എന്തിനാണ് സങ്കടപ്പെടുത്തുന്നത്? നിങ്ങൾക്ക് ആരോടെങ്കിലും പേഴ്സണലായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ അത് ഒരു സഹോദരിയെ പോലെയോ ഫ്രണ്ട്സിനെ പോലെയോ അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതിനെ ഇട്ട് വളച്ചൊടിക്കേണ്ട ആരും. അപ്പോൾ അതങ്ങനെ ഹെൽപ്പ് ചെയ്തോളൂ. അതിന് ഇതുപോലെ ഇവരെ എന്തിനാണ് ഇങ്ങനെ ക്രൂശിക്കുന്നത്? രാത്രിയിലൊക്കെ 11 മണിക്കും 11:30-ക്കൊക്കെ സാധാരണ ഒരു വീട്ടമ്മമാർ കിടന്നുറങ്ങുന്ന സമയത്ത് അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുക എന്ന് വെച്ചാൽ, ഈ ഒരു അമ്മ പാവമായതുകൊണ്ടാണ് അവർ അതിനെ പറ്റിയിട്ട് പിന്നെ നിയമപരമായിട്ടൊന്നും നടപടിയെടുക്കാത്തതും മുന്നോട്ട് പോവാത്തതും. അങ്ങനെയൊക്കെ ആണെങ്കിലുണ്ടല്ലോ താങ്കളൊക്കെ പിന്നെ അഴിക്കുള്ളിലാണ്, പുറത്ത് പോകത്തില്ല. ഈ പ്രായത്തിലുള്ള അമ്മയൊക്കെ വിളിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നു എന്നൊക്കെയുള്ള ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതം പിന്നെ അഴിക്കുള്ളിൽ കുറേ കാലമെങ്കിലും നിങ്ങൾ കിടക്കേണ്ടി വരും. അതൊക്കെ ഓർത്താൽ നന്നതാണ്. പിന്നെ അത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിനെ ബാധിക്കും. അപ്പോൾ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്കൊന്നും പോവാതിരിക്കാനാണ് എനിക്ക് ഈ പറയുന്ന സഹോദരനോടും പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോയുടെ ഇടയ്ക്കൊക്കെ കുറേ സമയം ഞാൻ മിസ്സാക്കി കളഞ്ഞു. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ കയ്യിലെ തെറ്റല്ല. ഞാൻ ഈ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നെ കണ്ടാൽ തന്നെ അറിയില്ല എനിക്ക് സുഖമില്ല, നല്ല ക്ഷീണമുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുക്കാനൊന്നുള്ള സമയം കിട്ടിയില്ല. അതിനൊന്നും ഞാൻ മെനക്കെട്ടില്ല. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു.